ഞങ്ങളുടെ ഇത്രക്കുട്ടിൻ്റെ ഫസ്റ്റ് ഡേ ടു ഹിൻഡർഗാർട്ടൻ ആണെന്ന് പാക്ക് ചെയ്ത് അവൻ അവിടെ സ്കൂളിൽ കൊടുത്തുവിടാനുള്ളത്. അവൻ്റെ കുട്ടി ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒരു സങ്കടം എവിടെയൊക്കെ. നമുക്ക് എവിടെ പോകാൻ? ഹിൻഡർഗാർട്ടനിൽ പോവാൻ. കറങ്ങാൻ പോകുന്നുള്ള ഫീലിലാണ് ഇതുവരെ നടക്കുന്നത്. തിരിച്ചുകൊണ്ടൊക്കെ പോകുന്നത് എനിക്ക് വയ്യ. എൻ്റെ പൊന്നെ, എൻ്റെ കൊച്ചിനെ കൊന്നെ ഇത്രയെങ്കിലും കരനായിരിക്കും വരുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു വ്ളോഗ് പിടിക്കുന്നത്. എക്സൈറ്റ്മെൻറ്റ് റീസൺ ഞങ്ങളുടെ ഇത്രക്കുട്ടിൻ്റെ ഫസ്റ്റ് ഡേ ടു ഹിൻഡർഗാർട്ടൻ ആണെന്ന്. ഭയങ്കര ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒരുപാട് നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അവൻ എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്തെന്നൊക്കെ ആലോചിച്ചിട്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഇതുവരെ അവനെ ഡേ കെയറിലൊന്നും എൻറോൾ ചെയ്തിട്ടില്ലായിരുന്നു, ബിക്കോസ് അതിൻ്റെ ആവശ്യം വന്നില്ല. സോ നൗ ഇറ്റ്സ് ടൈം അവൻ്റെ ഫസ്റ്റ് ബേബി സ്റ്റെപ്പ് എടുക്കാൻ ടുവേർഡ്സ് ഹിസ് സ്കൂൾ ജേർണി. സോ അതിൻ്റെ പാർട്ടായിട്ടാണ് ഇന്നത്തെ അവൻ്റെ ആ ദിവസം, ഫസ്റ്റ് ഡേ ടു ഹിസ് കിൻഡർഗാർട്ടൻ. ഞാൻ ഇതിനു മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ സെപ്റ്റംബർ 1 മുതലാണ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ആവുന്നത്. സോ ഇന്ന് സെപ്റ്റംബർ 1 ആണ്. ഇന്നത്തെ ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, വിഷമവും ഉണ്ട്. കാരണം അവനിങ്ങനെ ഞങ്ങളിൽ നിന്ന് വിട്ട് ഇതുവരെ നിന്നിട്ടില്ല. ഈ ഒരു 3 ഇയേഴ്സിൽ എപ്പോഴും ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ കാണും. ഇതിപ്പോൾ അവന് പരിചയമില്ലാത്ത നാട്, പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആൾക്കാർ, ന്യൂ ഒരു എൻവയോൺമെൻറ്റ്, എങ്ങനെയായിരിക്കും അവനത് ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നല്ല ടെൻഷനുണ്ട് എനിക്ക്. മേ ബി ചിലപ്പോൾ അവൻ അത് എന്താ പറയുന്നത്, അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്യുമായിരിക്കും. അവൻ ആ ടോയ്സൊക്കെ കണ്ട് ചിലപ്പോൾ അകത്തേറി പോവുമായിരിക്കും. പക്ഷെ ഞാനിങ്ങനെ ഹാൻഡിൽ ചെയ്തെനിക്കറിയില്ല. പണ്ട് ഞാൻ ഒരുപാട് അമ്മമാരുടെ എക്സ്പീരിയൻസ് ഇതിനെക്കുറിച്ചൊക്കെ കാണുമ്പോൾ ഐ യൂസ് ടു തിങ്ക്, ഓക്കെ ഇത്ര വിഷമമൊക്കെ വരുമോ ശരിക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് സങ്കടം വരുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ അവരെങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഉള്ള ഇമോഷൻ എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവും. അന്നത്തെ ആ വീഡിയോസിലൊക്കെ അമ്മമാരുടെ ഇമോഷൻസ് എന്തായിരുന്നെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല സങ്കടമുണ്ട്. അവൻ മേ ബി എന്താ പറയുന്നത്, 2-3 hours അവൻ പോകുന്നത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. സ്റ്റിൽ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ എങ്ങനെയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഈ ഒരു 3 വർഷം രാവിലെ വിട്ട് വൈകിട്ട് രാത്രി കിടക്കുന്നവരെ എൻ്റെ ലൈഫ് ഫുൾ റിവോൾവ് ആയിക്കൊണ്ടിരുന്ന അവൻ്റെ ചുറ്റുമായിരുന്നു, ഡെയിലി ബേസിസിൽ. ഇതിപ്പോൾ ഇന്നോട്ട് ആ സ്കെഡ്യൂളിൽ കുറച്ച് നേരം അവൻ ഇനി ഇല്ലെന്ന് ആലോചിക്കുമ്പോൾ, അവൻ വേറൊരു സ്ഥലത്തായിരിക്കും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ ഇച്ചിരി വിഷമമുണ്ട്. എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞു ഈ വ്ളോഗ് അങ്ങനെ ബോറാക്കുന്നില്ല. സോ നമുക്കെന്തായാലും ഞാൻ പോയി ഒന്ന് ചായയൊക്കെ കുടിച്ച് വരുന്ന നേരം കൊണ്ട് നിങ്ങൾ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിൻഡർഗാർട്ടനിൽ പോകുന്ന പ്രമാണിച്ചിട്ട് അവന് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ അവൻ്റെ മുടി വെട്ടൽ അങ്ങനത്തെ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് പോയി കണ്ടിട്ട് വാ. എന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് അവൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ. ഇന്ന് അവിടെ കുറേ സാധനങ്ങൾ കൊടുത്തുവിടാനുണ്ട്, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമുക്കത് ഒരുമിച്ച് ചെയ്യാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് പുറത്തെ വെതർ കാണിച്ചു തരട്ടെ. ഇന്നത്തെ അവസ്ഥ വിൻ്റർ സ്റ്റാർട്ടാവാറായി, പുറത്തൊരു മൂടി കെട്ടിയ കാലാവസ്ഥയാണ്. സോ നിങ്ങൾ ഇനി പോയി ആ ക്ലിപ്പിങ്സൊക്കെ കണ്ടിട്ട് പോയോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീക്കെൻഡ് വ്ളോഗ് ക്യാപ്ചർ ചെയ്യുന്നത്. ഈ അടുത്തൊക്കെ നമ്മുടെ ചാനൽ ഫുൾ എന്താ പറയുന്നത് ട്രാവൽ വീഡിയോസ് ആയിരുന്നു. സോ ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് കുറച്ച് സ്പെഷ്യലാണ്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കതിന് ട്രാം പിടിക്കാൻ. എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അത് ട്രാം എന്തായാലും മിസ്സായി. ഇനി അടുത്ത ട്രാം നമുക്ക് 9 മിനിറ്റിലാണ്. സോ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വീക്കെൻഡിലെ ഷോപ്പിംഗ് ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം ഇതിന് മുന്നേ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു കിൻഡർഗാർട്ടനിൽ ഇതിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന്. ആൻഡ് വരുന്ന സെപ്റ്റംബർ 1 തൊട്ട് അവൻ്റെ കിൻഡർഗാർട്ടൻ ഓപ്പൺ ആവും. സോ അവന് വേണ്ടി കുറച്ച് ഡ്രസ്സും ബാഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഷോപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഈ വീക്കെൻഡ് ഇറങ്ങിയിട്ടുള്ളത്. ഇതിർക്കുട്ടൻ എന്തായാലും ഉറങ്ങുന്ന ടൈം നോക്കിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ഡ്രസ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട്. സോ നമ്മുടെ ട്രാം ഏകദേശം എത്തി. ട്രാം എത്തിയപ്പോൾ തന്നെ ഇതിർക്കുട്ടൻ ഉറക്കം എണീച്ച് ഷോപ്പിംഗ് എന്താവുന്നോ എന്തോ. സാധാരണ ഞങ്ങൾ ഇതിലേ കൂടെ നടന്നാണ് പോകുന്നത്. ഇന്ന് ഇത്രയും വെയിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ട്രാം ഓപ്റ്റ് ചെയ്തത്. പിന്നെ നാളെ നമുക്ക് കുറച്ച് പ്ലാനും കൂടെ ആണ്. സോ ഇനി നമുക്ക് ബസ്സൊക്കെ പിടിച്ച് നേരെ ബൊണാർക്കിൽ. അപ്പം നമ്മൾ മറ്റേഷനിൽ പോയി വന്നിറങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ബസ് ഇതോ വരുന്നുണ്ട്, അതെടുത്താണ് ഞങ്ങൾ ഇനി നേരെ ബൊണാർക്കിലോട്ട് പോകുന്നത്, നമ്മുടെ സ്ഥിരം സ്ഥലം. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ തറവാടായ പ്രൈമാർക്കിലാണ്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേറെ കടയിലൊക്കെ. ആദ്യം നമുക്ക് എനിക്കെന്തെങ്കിലും നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഷോപ്പിംഗ് ചെയ്യാം. ജീൻസ് നോക്കിയാലോ. അങ്ങനെ താഴെ ഞങ്ങൾ അവിടെ നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല. സോ ഇവിടെ മുകളിലത്തെ ഫ്ലോറിൽ ഇതിരുവിനും മിക്കവർക്കും വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ ഞങ്ങൾ വന്നിട്ടുണ്ട്.
ഞങ്ങൾ വന്ന ദിവസം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒന്നും നല്ല കളക്ഷൻസ് ഒന്നും ഇല്ല. പതിയെ വിൻ്ററിലോട്ട് ഓട്ടം കളക്ഷൻസും വിൻ്റർ കളക്ഷൻസിലും ഇത് ചേഞ്ച് ആവുന്നുണ്ട്. നമുക്കിനി ഇവിടെ കിഡ്സ് സെക്ഷനിൽ നോക്കാം. ഇതിരുവിനെ റോസ് സ്ട്രൈപ്പ് ഇതെങ്ങനെയുണ്ട്? ശരിയാണ്. ഇനിയിപ്പോൾ 2 സീസണിൽ അവനെ മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. ഓട്ടമിനിടാൻ പറ്റുന്ന നോക്കിയുള്ള ടൈപ്പ് എടുക്കേണ്ടി വരും. ഓട്ടം സ്റ്റാർട്ട് ആവാറായില്ലേ? ഹാഫ് ജാക്കറ്റും മൈ ഗോഡ് ബാഗ് മേടിക്കണ്ടേ? ബാഗിൻ്റെയൊക്കെ റേറ്റ്സ് നോക്കി. ആവശ്യമില്ല, എന്നാലും ഒരു കുഞ്ഞ് ബാഗ്. ഇതെല്ലാം വലുതാണല്ലേ, നമുക്ക് വേറെ നോക്കേണ്ടി വരും. എന്നാൽ നോക്കാം. ഇവിടെ ബാക്ക് ടു സ്കൂൾ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ പ്രൈമാർക്കിൽ പോയുള്ള ഷോപ്പിംഗ് ചെറിയ രീതിയിൽ ചീറ്റ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലായിടത്തും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഓഫേഴ്സും ബാഗ് ബുക്ക് എല്ലാത്തിനും ഓഫേഴ്സും ഡീലും ഒക്കെയാണ് എല്ലാ സൂപ്പർ മാർക്കറ്റ്. നമുക്കിനി ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഓഷൻ്റെ അകത്തെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു. ഇതിന് ഇവിടെ നിന്ന് എന്തെങ്കിലും നല്ല ബൈ കിട്ടുകയാണെന്ന് നോക്കാം. വേറെ ഇന്നത്തെ ഷോപ്പിംഗ് ഫ്ലോപ്പായെങ്കിലും ഇന്ന് നല്ല മത്തി ഞങ്ങൾക്ക് കിട്ടി. ഇവിടെ നിന്ന് പിണാർക്കേന്ന് വന്നിറങ്ങി ഞങ്ങളിപ്പോൾ ഇവിടെ റോണ്ടോ മറ്റേഷനേക്കുമല്ല ഇവിടെ ബദ്രോങ്ക വരെ ഒന്ന് വന്ന്. ഇനി ഇവിടെ നിന്ന് 2 സാധനം കൂടെ മേടിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലും. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി രാത്രി ഡിന്നറിനായിട്ട് ഇവിടെ KFC നമുക്ക് കയറി കുറച്ച് ചിക്കൻ കഴിക്കാം. ഇല്ല 72 ആയിട്ടില്ല. സോ നമ്മൾ അങ്ങനെ ടേക്ക് അവേ പ്ലാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കഴിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി സുഖമായിട്ടിരുന്ന് കഴിക്കാം. ഇതൊരു ചിക്കന് വെയിറ്റ് ചെയ്യാനാ? ഇതൊരു ചിക്കന് വെയിറ്റ് ചെയ്യാണ്. ഇതിനൊരു ചിക്കനീസ് ഫ്രഞ്ച് ഫ്രൈസ്. ട്രാമെന്ന് ഇറങ്ങി ഇരുട്ടാണ്. ഇപ്പോൾ വീട്ടിൽ പോയി KFC കഴിച്ച് ഞങ്ങൾ ഇനി കിടന്ന് ഉറങ്ങാൻ പോകാം. ഹായ് ഗൈസ്, സോ നമ്മൾ ഇന്ന് പോകുന്നത് ഇതൊരു സ്കൂളിൽ നിന്ന് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് സെഷൻ തുടങ്ങുന്നതിന് മുന്നേ. സോ നമ്മൾ അവിടെയാണ് ഇന്ന് പോകുന്നത്. വി ആർ ഓൾ സെറ്റ്. വാപ്പിച്ച് ജോലിയുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നു. ഇദ്രു ഈസ് ഓൾ സെറ്റ് ടു ഗോ ടു ന്യൂ സ്കൂൾ. സോ നമുക്ക് പോയി നോക്കാം എന്തിനാണ് അവർ നമ്മളിന്ന് വിളിച്ചിരിക്കുന്നതെന്ന്. ഇവിടെ നിന്നാണോ എന്തോ എൻട്രി. പക്ഷെ നമ്മൾ ഇതിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി. അതിൻ്റെ അകത്തൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല അല്ലേ? ഇതൊരു ഫുൾ പോളിഷിലായിരുന്നു മീറ്റിംഗ്. ആൻഡ് സെപ്പറേറ്റ് മാം നമ്മളെ ഇംഗ്ലീഷിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. ബാക്കി മെയിൽ അയക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മൺഡേ തൊട്ട് നമ്മുടെ കിൻഡർഗാർട്ടൻ സ്റ്റാർട്ട് ആവും അല്ലേ? ഇതൊരു എക്സൈറ്റഡ് ആണ് ആക്ച്വലി. അവിടെ ചെന്നിട്ട് ടോയ്സ് ഒക്കെ എടുത്ത് വെച്ച് കളിക്കാനൊക്കെ തുടങ്ങി. കിൻഡർഗാർട്ടൻ പോകാനുള്ള പ്രിപ്പറേഷൻ കാണിച്ച് ഞങ്ങൾ ഇന്ന് പോയി ഇതിർക്കുട്ടൻ്റെ വാക്സിനേഷൻ എടുക്കാൻ പോകണേ. ഞാനും ഇതേ ഉള്ളൂ, പിന്നെ ജോമോളും ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റി പോയി ഇതൊരു ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ എടുത്തിട്ട് വരാം. ഇന്ന് കുറേ ദിവസത്തിന് ശേഷം 33 ഡിഗ്രി അടുപ്പിച്ച് ചൂടുള്ളൊരു ദിവസം. ഇത് ബേബി കളിക്കുന്നു. ഓക്കെ, അവനവിടെ എന്തായാലും സെറ്റാണ്. ഞങ്ങളിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ പ്രീ ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ, അവനെ വാക്സിൻ എടുക്കാൻ ഹെൽത്തി ആണോ ഇല്ലെന്ന് അറിയാം. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ നഴ്സിംഗ് റൂമിൽ പോയി അവൻ്റെ വാക്സിനേഷനൊക്കെ എടുത്തു. ആൻഡ് എന്തോ കണ്ടാൽ പറയുക അവൻ വാക്സിൻ എടുത്തിട്ടിരിക്കുകയാണെന്ന്. അവന് 2 കുത്തൊക്കെ കിട്ടി. അവൻ ഭയങ്കര ബ്രേവ് ആയിരുന്നു. ഇന്ന് കരഞ്ഞതേ ഇല്ല. അതെല്ലാം കണ്ടപ്പോൾ ഞാൻ പണ്ടെല്ലാം അവനെ കൊണ്ടുവരുന്ന ദിവസമൊക്കെ ഓർത്തു. എന്തോരം കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ പോയി ഇതിൻ്റെ വാക്സിനേഷൻ എടുത്തു. ഇനി ലാസ്റ്റ് പ്രിപ്പറേഷൻ്റെ പാർട്ടായിട്ട് അപ്പോൾ ഇതിർക്കുട്ടിൻ്റെ മുടിയൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ദെൻ വേണം മൺഡേ തൊട്ട് ഇതിന് കിൻഡർഗാർട്ടൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഹിസ് ഫസ്റ്റ് ഡേ ആ ഒരു സ്റ്റെപ്പ് അവൻ എടുക്കാൻ പോവാണ്. സോ ലെറ്റ്സ് സീ എങ്ങനെയായിരിക്കും അവൻ്റെ റിയാക്ഷൻ എന്ന്. ഓൾമോസ്റ്റ് നമ്മുടെ മുടി വെട്ടുന്ന കടയുടെ അവിടെ എത്തി. പണ്ടൊക്കെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്തുള്ളൊരു റൂമിൽ, ഇപ്പോൾ വേറെ സൈഡിൽ നമ്മൾ സ്ഥിരം വരുന്ന പെപ്കോ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം പെപ്കോ അവിടെയാണ്. ഈ ഒരു മുടി വെട്ടുന്ന കട ഈ സൈഡ്. ആവുന്നേ ഉള്ളൂ, 5 മിനിറ്റ് ഇനിയുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ ഇതൊരു. സാധാരണ ഇതിൻ്റെ റിയാക്ഷൻ ഇതേ അല്ല മുടി വെട്ടാൻ. നമുക്ക് പോയി മുടി വെട്ടിയിട്ട് വരാം. ഇതൊരു ആർ യു റെഡി? എന്താവുന്ന എന്തോ. ലെറ്റ്സ് ഗോ. ഇതൊരു ആദ്യമായിട്ടാണ് ഇതിൽ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം അതിൽ പോയി ഇരിക്കണം. Are you ready? You're happy? Hi പറഞ്ഞിരു. അവനിക്കാനെ വലിക്കാണ് അവിടെ കൊണ്ടുപോയി അവനെ ഇരുത്താൻ വേണ്ടി. അതാണ് ഇതിന് ടൈം ആയില്ല. ഇതിരു ഇത്ര എക്സൈറ്റ്മെന്റ്.
ഫൈനലി ഞങ്ങളുടെ ടൈമായി. ആൻഡ് അവൻ അവിടെ പോയി ഇരിക്കാൻ കാണിച്ച ഇത്ര എക്സൈറ്റ്മെൻറ്റിൻ്റെ റീസൺ എന്താ, ഈ ഒരു ലേഡിയാണ്. പുള്ളിക്കാരി അവനെ കൽപ്പിച്ചിട്ടാണ് അവൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ കട തന്നെ എപ്പോഴും പ്രിഫറും ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് അവൻ പല കാര്യങ്ങളിലും ഇപ്പോൾ പണ്ടത്തെ പോലെ കരയാറില്ല. മുടി വെട്ടുമ്പോൾ കരയാറില്ല, വാക്സിനേഷൻ എടുക്കുമ്പോൾ കരയാറില്ല. ഹി ഈസ് ഗ്രോയിങ് അപ്പ്. ഗുഡ്. ഹൈ ഫൈ. യു ലൈക്ക് ഇറ്റ്? കം ലെറ്റ്സ് ഗോ. ഗുഡ് ജോബ്. ഇഷ്ടപ്പെട്ടോ? ഇതിരുടെ ടേൺ കഴിഞ്ഞിട്ട് വാപ്പച്ചിരുന്ന് ഹെയർ കട്ട് ചെയ്യുന്നത് അല്ലേ ഇതു. ആൻഡ് ദെൻ നമ്മൾ ഷോപ്പിംഗ് പോകും. സോ നമ്മളങ്ങനെ മുടിയൊക്കെ കട്ട് ചെയ്ത് കയറുന്ന വാപ്പച്ചി ഹെയർ കട്ട് ചെയ്ത് ഇതിരോ ഹെയർ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള പെപ്കോയിൽ ഇതിന് കുറച്ച് ഡ്രസ്സ് നോക്കാൻ പോവാണ്. ഹെയർ കട്ടൊക്കെ ചെയ്ത് ഫുൾ സെറ്റാണ്. ആർ യു എക്സൈറ്റഡ് ഫോർ ഇതിരൂസ് ഫസ്റ്റ് ഡേ ടു കിൻഡർഗാർട്ടൻ? എക്സ്പെക്റ്റഡ് ഉത്തരമായിരുന്നു അതെനിക്ക്. ഐ ആം എക്സൈറ്റഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആവുന്ന ഒരാളാണ്. ഭയങ്കര വെയിലല്ലേ, ഇടയ്ക്ക് 2 ദിവസം എന്തൊരു തണുപ്പായിരുന്നു. പെട്ടെന്ന് വീണ്ടും നല്ല ചൂട്, ഒരു 30-31 ആ റേഞ്ചിലോട്ട് ടെമ്പറേച്ചർ. സ്പെയർ ഷൂസ്, സ്പെയർ ഒരു ചെരുപ്പ് എടുത്തോ? അതറിയില്ല, അവർ സ്പെയർ ഷൂസ് ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. നമുക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാം. എന്തായാലും ജാക്കറ്റ് ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്? അല്ല ഇപ്പൊ എന്തായാലും ഇപ്പൊ സമ്മർ അല്ലേ, ഇപ്പൊ ഈ കുറച്ച് ദിവസം അവന്റെ ജാക്കറ്റ് ഇട്ടിട്ട് അതൊക്കെ നമ്മളിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെ കുറേ നേരത്തെ തെഴ്ചലിന് ശേഷം നമ്മൾ ഒരു 4-5 ഉടുപ്പുകൾ സെലക്ട് ചെയ്ത്. നമുക്ക് ആൺകുച്ചാണ്. ശരിയാണ്, ചില സമയത്ത് മാത്രമേ പെൺകുട്ടികളുടെ ഡ്രസ്സസ് ഇവിടെ നല്ല ഇതൊക്കെ. ഇനി എന്തായാലും ഒരു വിൻ്റർ ഷോപ്പിംഗ് നമുക്ക് വരും. നല്ല രസമുണ്ട്. അത് ഞാൻ കണ്ടില്ല ആക്ച്വലി. 20 ഓർഗാനിക് കോട്ടൺ ആണ്ടാണ് ആ വില. ഇത് നോക്ക്, നല്ല ക്യൂട്ടായിട്ടില്ലേ? അതെടുക്കണോ ഇതെടുക്കണോ? വീണ്ടും കൺഫ്യൂഷൻ ആയല്ലേ ഡ്രസ്സ്. ഏത് വേണമെങ്കിലും എടുക്കാം. എന്നാൽ അതെടുക്കാം. അത് അല്ലേ ഇഷ്ടപ്പെട്ടത്? ആണോ? ഇത്രയും ഡ്രസ്സ് നമുക്ക് ട്രൈ ചെയ്യണം. ഇതു come on, let's try. Come. സമ്മതിക്കൂല. ബാ. ഇതെങ്ങനെയാണ്? This one? Okay, come. സോ നമുക്കിനി ഇതിനുള്ള ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ മേടിക്കാം അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള. അത് അത്രയും വലുതവന് വേണോ ബ്ലാങ്കറ്റ്? അപ്പുറത്തൂടെ നോക്കാം. ഇത്രയും വലുതവൻ എന്തിനാണ്? അവനവിടെ ഉറങ്ങിയില്ലെങ്കിൽ വേസ്റ്റ് അല്ലേ, വെറുതെ അവിടെ വെച്ചിരിക്കാനുള്ള സാധനമായിരിക്കും. എന്തൊക്കെ സാധനങ്ങളാണ് ഇവർക്ക് കൊടുത്തു വിടേണ്ടത്? സ്കൂളിൽ ഏൽപ്പിക്കാനുള്ള സാധനങ്ങളാണ്. ഷീറ്റ്, പില്ലോ, ബ്രഷ്, മഗ്, പേസ്റ്റ്, അങ്ങനെ കുറേ ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് ഇതിന് മഗ്ഗാണ്. വാ കൊപ്പിളിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഇതാണെന്ന് തോന്നുന്നു. ഇത് അഴുക്കായിരിക്കുന്നത്. എത്ര രൂപ? 5 സ്ലോട്ടി, 8 സ്ലോട്ടി. ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തിന്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. പൊട്ടു ഇത് 10 ഇതില് എല്ലാം പൊട്ടും പറയണം. ഇത് പൊട്ടുന്ന പോലെ ഇതും പൊട്ടും. ആണ്. അപ്പൊ ഈ ബ്ലൂ എടുക്കാന്നോ? അങ്ങനെ ഇതിരക്കുട്ടന് വേണ്ടി സ്കൂൾ തുറക്കൽ പ്രമാണിച്ചിട്ടുള്ള 2 ബാഗ് നിറയെ സാധനങ്ങളൊക്കെ ഫൈനലി ഷോപ്പിംഗ് ഏകദേശം ഞങ്ങൾ തീർത്തു. ഇനി ജസ്റ്റ് മൺഡേ എല്ലാം സെറ്റ് ചെയ്ത് ഇതിലൂടെ അങ്ങ് കിൻഡർഗാർട്ടനിൽ വിട്ടാൽ മതി. ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടല്ലോ. ബാക്ക് ടു September 1. നമുക്കിനി അവൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. ആൻഡ് ഇത് ഞാൻ ഇതിരക്കുട്ടന് ഡെയിലി ബേസിസിൽ ആവശ്യമില്ല, എന്നാലും കൊടുത്തുവിടാൻ വേണ്ടി മേടിച്ചൊരു ക്യൂട്ട് ബാഗാണ് തെമ്മുന്ന്. ആൻഡ് ഇവിടെ ഞാൻ അവൻ്റെ നെയിം എഴുതിയിട്ടുള്ളൊരു സ്റ്റിക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. സോ പാക്കിംഗ് ചെയ്യുന്ന മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലൈക്ക് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നവർക്ക് മേ ബി ഹെൽപ്ഫുൾ ആയാലോ, ഒരു ടൈമിംഗ് ഐഡിയാസ് ഒക്കെ കിട്ടാൻ വേണ്ടി. ഡെപ്തിലല്ല, ജസ്റ്റ് ഒരു ബേസിക് കാര്യം. സോ ഇവിടുത്തെ ഈ ഒരു കിൻഡർഗാർട്ടൻ പബ്ലിക് കിൻഡർഗാർട്ടനാണ്. ഇതിനെ എൻറോൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടുത്തെ വർക്കിംഗ് hours രാവിലെ 7 AM to 5 PM. ഇവിടെ കിൻഡർഗാർട്ടന് തൊട്ടടുത്ത് തന്നെ ഡേ കെയറും ഉണ്ട്. ഞാൻ അന്നൊരു ഷോർട്സ് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രാവിലെ 7 to 12 PM വരെയുള്ള ടൈമിങ്ങിന് ഫ്രീ ആണ്, ഫീസൊന്നുമില്ല. അതിനുശേഷമുള്ള ഓരോ മണിക്കൂറിനും ഞങ്ങൾ അവർക്ക് 1 സ്ലോട്ടിയും 45 ഗ്രോഷേ പേ ചെയ്യണം.
സോ ആ ബില്ലൊക്കെ നമുക്ക് ഇവരുടെ ആപ്പുണ്ട്, അതിൻ്റെ അകത്തൊക്കെ വരും. അതിൻ്റെ ആപ്പിൻ്റെ അകത്തുകൂടെയാണ് നമുക്ക് ഇവരുടെ ലൈക്ക് അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഫോട്ടോസ്, ഇവൻ്റെ അപ്ഡേറ്റ്. ഇൻ കേസ് അവൻ പോകുന്നില്ല, സോ നമ്മൾ ആ ആപ്പിൻ്റെ അകത്ത് മാർക്ക് ചെയ്യണം രാവിലെ തന്നെ അവിടെ അവൻ ഇന്ന് വരാൻ പോകുന്നില്ല എന്നൊക്കെ. ആൻഡ് ഫുഡൊന്നും കൊടുത്തിട്ടേണ്ട ആവശ്യമില്ല, ഫുഡൊക്കെ അവിടെ നിന്നാണ് കൊടുക്കുന്നത്. സോ അതൊക്കെ കഴിക്കില്ല എന്നുള്ളത് എനിക്കൊന്നും ഐഡിയ ഇല്ല. അവന് കൂടുതലും നമ്മുടെ നാടൻ ഫുഡാണ് ഇഷ്ടം. അവന് ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി സ്പൈസി ഫുഡാണ് അവന് ഇഷ്ടം. ആൻഡ് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ എരിവൊക്കെ ഇല്ലാത്ത അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫുഡാണ്. സോ എനിക്കറിയില്ല, മേ ബി അവന് ഇഷ്ടപ്പെടുമായിരിക്കും. സോ അതൊക്കെ ഇന്ന് തൊട്ടറിയാം. ഡെയിലി ബേസിസിൽ ഫുഡിൻ്റെ പൈസ കൊടുക്കണം. ആൻഡ് പിന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഡേ 1 ആണ്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 to 2 weeks അവരെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് അവരുടെ അഡാപ്റ്റേഷൻ പീരീഡാണ്. സോ ടീച്ചേഴ്സ് പറഞ്ഞു നമുക്ക് മാക്സിമം 3 hours ഇരുത്തിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള അവനെ 8 മണിക്ക് കൊണ്ടുപോയിട്ട് 11 o'clock തിരിച്ചു കൊണ്ടുവരാനാണ്. അതാണ് പ്ലാൻ. ഇനി അവനാ പ്ലാൻ ലൈക്ക് കരഞ്ഞ് വിളിച്ച് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, എങ്ങനെ ആയിരിക്കും അവനത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന്. സോ അതായിരുന്നു. ദെൻ വേറെ എന്താ കിൻഡർഗാർട്ടനെ കുറിച്ച് പറയേണ്ടത്? അത്രേ ഉള്ളൂ. ഫുഡ് നമ്മളൊന്നും കൊടുത്തു വിടേണ്ട. ഈ പാക്ക് ചെയ്യുന്ന സാധനങ്ങളുടെ കാര്യം മറന്നുപോയി. സോ നമുക്ക് അവരൊരു ലിസ്റ്റ് തരും. ലൈക്ക് നമുക്ക് ഒരു മഗ് കൊടുത്തു വിടണം, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്. അവരവരുടെ പേഴ്സണൽ ഹൈജീനൊക്കെ പഠിപ്പിക്കും. ദെൻ നമ്മളിതൊക്കെ വീട്ടിൽ ചെയ്യുമെങ്കിലും അവിടെ എല്ലാ മീലിന് ശേഷം ഇതൊക്കെ ചെയ്യിപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. ആ ഫ്രണ്ടിൻ്റെ മക്കളും ഇവിടെ പോകുന്നുണ്ട്. ഒരാൾ ഡേ കെയറിലും പിന്നെ ഒരാൾ കിൻഡർഗാർട്ടനിലും. അവൻ ഇതിൽ നിന്നും 1 വയസ്സ് മൂത്താണ്. സോ വേറെ എന്താണ്, വേറെ പില്ലോ കൊടുത്തു വിടണം. ബ്ലാങ്കറ്റ് നിങ്ങളതൊക്കെ കണ്ടാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്തത്. ദെൻ എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്, ഷൂസ്. വേറെ എന്തുണ്ടായിരുന്നല്ലോ, സൺസ്ക്രീൻ കൊടുത്തു വിടണം. അവരവിടെ പുറത്തൊക്കെ കൊണ്ടുപോകും. ഹാറ്റ് കൊടുത്തു വിടണം. അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട് അവർക്ക് കൊടുത്തു വിടാനുള്ളത്. സോ നമുക്കിതിന് ഒരുമിച്ച് ഇതെല്ലാം പാക്ക് ചെയ്യാം. ഓക്കെ, സാധനം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാം. കാരണം ഇതവനെ ഡെയിലി ഞാൻ വിചാരിക്കുന്നു ഇതിനകത്തും കൂടെ ഒരു എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സും കൊണ്ട്. ഈ ഒരു മഗ് എനിക്ക് തോന്നുന്നു ഇനി വാക്കൊപ്പിളിക്കാൻ പഠിപ്പിക്കാനാണോ എന്തോ. സോ ഇതിൽ നമുക്കൊരു സ്റ്റിക്കർ വെക്കാം അവൻ്റെ പേരിലുള്ള. എവിടെ വയ്ക്കും? അടിയിൽ വയ്ക്കും, ഇവിടെ വയ്ക്കാം. ഇതൊക്കെ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിർക്കുട്ടിൻ്റെ പില്ലോ മേടിച്ചുള്ള ക്യൂട്ട് പില്ലോ, നല്ല സോഫ്റ്റ് ആണ് ആക്ച്വലി. എനിക്ക് തന്നെ ഇത് എടുത്തു വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ഇതാണ് അവന് മേടിച്ചിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ്. അവിടെ ഇരിക്കാനാണ്, അറിയില്ല ഇതൊക്കെ അവൻ യൂസ് ചെയ്യുന്നത്. ഇത് തിരിച്ചിതുപോലെ തന്നെ ഇന്നത് പാക്ക് ചെയ്യാം. ഇതിർക്കുട്ടൻ്റെ ഒരു ബാഗ് സെറ്റായി. ഇതിലും കൂടെ നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിക്കാം. സോ ഇല്ലേ ആ ഒരു പേരെഴുതിയ സ്റ്റിക്കർ. ഇതിൻ്റെ അകത്ത് അവൻ്റെ മഗ്ഗൊക്കെ വെക്കാം. കാരണം എനിക്ക് തോന്നുന്നില്ല എല്ലാം കൂടെ ഒറ്റ ബാഗിൽ കൊള്ളുന്നു. പില്ലോയും ബ്ലാങ്കറ്റും കൊള്ളതല്ലേ. സോ ഇതിൻ്റെ ബ്രഷ്, പേസ്റ്റ്, ഇതിൻ്റെ മഗ്, സൺസ്ക്രീൻ, പാക്കറ്റ് വൈപ്സ് കൂടെ കൊടുത്തു വിടാം. ആൻഡ് നമുക്ക് ഇനി ഇവന് ഒരു ഡ്രസ്സ് ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ, ഏതാണ് അവിടെ സ്പെയർ ആയിട്ട് വെക്കാനുള്ളത്. പിന്നെ കൂടുതലൊരു ഷൂസും അത് ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയി. സോ ഞാൻ പോയി അതെടുത്തിട്ട് വരട്ടെ. യെസ്, സോ നമുക്ക് ഈ ഒരു കോഡ് സെറ്റ് അവന് കൊടുത്തു വിടാം. ഇല്ലേ, ഞാനൊന്ന് ലിസ്റ്റ് ചെക്ക് ചെയ്തേ. ലിസ്റ്റ് സൺസ്ക്രീൻ, ഷർട്ടിൽ സോക്സ് വെച്ചില്ല, ഷൂസ്, എൻ്റെ ഒരു ഹാറ്റും കൂടെ ആ പെയറും കൂടെ അതിൻ്റെ അകത്ത് വെക്കാം. കാരണം ഇവർ പുറത്തൊക്കെ കൊണ്ടുപോകും. സോ അതുകൂടെ ആയി. ക്ലോസ് 30 ആയി. നമുക്കൊരു 7 o'clock ആകുമ്പോൾ അവനെ എണീപ്പിച്ച് പാലൊക്കെ കൊടുത്ത് വാഷ്റൂമിലൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അവനെ ദോശ കഴിപ്പിച്ചിടണം. ഇല്ല എനിക്കറിയില്ല, എന്തൊക്കെയാണ് മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എങ്ങനെയായിരിക്കും. അതായി. ആൻഡ് പാക്കിംഗ് ഫുൾ തീർന്നു. യെസ്, സോ നമ്മുടെ പാക്കിംഗ് തീർന്നു. നൗ ലെറ്റ്സ് വെയിറ്റ് അവനെ എണീക്കാൻ. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം. ചിലർക്കത് ഭയങ്കര ഓവറാണെന്നൊക്കെ തോന്നാം. അവർ തെറ്റ് വരാൻ പറ്റില്ല. ഒരു സമയത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് അവൻ്റെ കുട്ടി ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒരു സങ്കടം എവിടെയൊക്കെ. ഓക്കെ, സോ കൂൾ. നമുക്ക് അവനൊന്ന് എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഉറക്കമൊക്കെ എണീച്ച് നമ്മൾ മിൽക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൽക്ക് കുടിച്ച് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് എവിടെ പോകാൻ, കിൻഡർഗാർട്ടനിൽ പോകാൻ. അതിന് മുന്നേ ഞങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് ഞങ്ങൾ സ്കൂളിൽ പോകാനാണെന്ന് പറയുമല്ലേ. ഇതൊരു ഫ്രണ്ടിൽ കാട്ടും കിടക്കുകയാണ്. അതാണ് ഒരു മൈൻഡും ഇല്ലാത്തത്. പോണ്ടേ സ്കൂളിൽ? Okay. So we are all set. Good and cute kindergarten dress നോക്കട്ടെ. കൊള്ളാമോ? സ്കൂളിൽ പോകാൻ ഫുൾ സെറ്റാണ്. അത് നമ്മൾ കൊടുക്കാനുള്ള ബാഗും.
സോ വാപ്പച്ചി അവിടെ അങ്ങനെ ഡോർ ലോക്ക് ചെയ്തു. ഇതിരോ ആർ യു എക്സൈറ്റഡ്? ഞാൻ പോകുന്നുള്ള ഫീൽഡിലാണ് ഇതിൽ നടക്കുന്നത്. അവിടെ ചെന്നിട്ട് മനസ്സിലാക്കുമ്പോൾ ബഹളം എന്താണെന്ന് ഒരു ഐഡിയ. നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ കിൻഡർഗാർട്ടൻ്റെ ഇവിടെ എത്തി. സോ നമുക്കിനി ഇവനെ അകത്ത് കൊണ്ടുപോകും. ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്നത് എനിക്ക് വയ്യ. എൻ്റെ പൊന്നെ, എൻ്റെ കൊച്ചിനെ കൊന്നെ അവനങ്ങ് പോയി. Where to give this? Yeah. Okay, so I have to be back by 11 o'clock. The dinner is about 12. അവനങ്ങ് കയറിപ്പോയി. നമുക്കിവിടെ നിൽക്കാൻ കുറച്ചേരേക്കാ. അവനങ്ങ് കയ്യം പിടിച്ച് പോയി. ഇറ്റ്സ് ബെറ്റർ. പക്ഷെ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഓക്കെ കൂൾ. എന്തായാലും അവൻ കിടലായിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാൻ എന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഇനി അവനെ എടുക്കാൻ വരുമ്പോൾ കാണാൻ എനിക്ക് വയ്യ. ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയാണ് എൻ്റെ. സോ ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കളിക്കുന്നതെന്ന് പറയുന്നത് എന്തോ എനിക്കിപ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്. സോ നമുക്കിനി ഒരു 12 o'clock ആകുമ്പോൾ അവനൊന്ന് വിളിക്കാം. സോ ഞങ്ങൾ തിരിച്ചെത്തി. ഒരു ചായയൊക്കെ കുടിച്ചു. ഇവർക്കിവിടെ കിൻഡർഗാർട്ടനിൽ ഒരു ആപ്പുണ്ട്. ആൻഡ് ഇപ്പോൾ അവർ ആപ്പിൽ കുറച്ച് നേരത്തെ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇച്ചിരി കരച്ചിലാണ്, പക്ഷേ മാനേജബിൾ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. സോ നമുക്കങ്ങനെ അവർ അപ്ഡേറ്റ്സ് തരും. അപ്പോൾ നമുക്കിനി അവനെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ കാണാം. സോ 12 മണിയായി. ഞാനൊക്കെ കൂടെ അവനെ പോയി പിക്ക് ചെയ്യാൻ പോവാണ്. അവൻ്റെ റിയാക്ഷൻ അറിയാം. മാം ഇടയ്ക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ചെന്ന് നോക്കാം എങ്ങനെയാണ് അവൻ നമ്മളെ കാണുമ്പോൾ അവൻ്റെ റിയാക്ഷൻ. ആക്കം വന്ന സമയത്ത് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വെയിലൊക്കെ വന്ന് ടെമ്പറേച്ചർ വീണ്ടും കൂടി. ഇതൊക്കെ ചൂടെടുക്കുന്നില്ല അതിട്ടിട്ട്. എന്തായാലും എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. നോക്കുക, ഞങ്ങൾ അവൻ്റെ സ്കൂട്ടറും കൊണ്ടാണ് ഇറങ്ങിയത്. കാരണം രാവിലെ ഇറങ്ങാൻ നേരത്തെ അവനെ സ്കൂട്ടറും പിടിച്ചിട്ട് അവനെ സ്കൂട്ടർ വേണമെന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ കോളിംഗ് ബെൽ പ്രസ് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവരിങ്ങനെ കരഞ്ഞായിരിക്കും വരുന്നത്. നമ്മൾ മാം ഇദ്രുവിനെ എടുത്തുകൊണ്ട് വരാൻ പോയിട്ടുണ്ട്. എന്താവോ എന്തോ, ബഹളമൊന്നും കേൾക്കുന്നില്ല അവൻ്റെ. ഇവരുടെ നമ്മൾ കൊണ്ടു കൊടുത്ത സാധനങ്ങളൊക്കെ പേരെഴുതിയൊക്കെ വെക്കുന്നത്. അത് ഇദ്രു അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആഫ്റ്റർ ഹിസ് ഫസ്റ്റ്. നമുക്ക് അവിടെ പോവാം. How was your day? So cool. ഇവിടെ എക്സ്പെക്റ്റേഷന് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വന്നത്. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇതിന്. എല്ലാ ദിവസവും അവൻ ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. യെസ്, വീണ്ടും അവൻ എൻ്റെ എക്സ്പെക്റ്റേഷന് വിപരീതമായാണ്. ഞാൻ ഓടി വന്ന സന്തോഷത്തോടെ, കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ബട്ട് ഐ എം ഹാപ്പി. അവനത് ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ഡ്രസ്സൊക്കെ മാറ്റി, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി അവിടെ ചൂടെടുത്തിട്ടാണോ എന്തോന്ന്. സോ നമുക്ക് ബാഗിൻ്റെ അകത്ത് അവർ ഉടുപ്പ് വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ പാൻറ്റ് അതും കൂടെ എനിക്കൊന്ന് അവർ സെക്കൻഡ് ഡ്രസ്സായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും കഴിച്ചില്ലെന്നാണ് അവന്. മേ ബി ആ വിട്ട് നിന്നതിൻ്റെ വിഷമമായിരിക്കാം. സോ ഞാൻ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുവന്ന കുക്കീസ് കഴിച്ച ശേഷം ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അല്ലേ ഇതിരോ. ആഫ്റ്റർ ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് കിൻഡർഗാർട്ടൻ. ഇതിര് വന്നതും അവൻ്റെ ടോയ് ബോക്സ്. ഇതിരോ ട്രക്ക് അവിടെ ഉണ്ടല്ലോ. ഡ്രം തോ അതിനകത്തുണ്ട് കുഞ്ഞാ. ഇതാണ്. അപ്പോൾ ഇതിലൊക്കെ ഈ ഒരു ഫസ്റ്റ് ഡേ കിൻഡർഗാർട്ടൻ വ്ളോഗ് ഞാൻ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.